ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലഞ്ചിന് ശേഷം ചെറിയൊരു മയക്കം, അതിനുശേഷം ഹസ്ബൻഡ് അസ്ര നിസ്കരിച്ച് ഷോപ്പിലേക്ക് പോകാൻ നോക്കിയാണ്. ആ ഒരു ടൈമിന് നമ്മളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനായക്ക് പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത്, അതായത് അവളിനി 6th അപ്പം അവളുടെ കുറച്ച് ഐറ്റംസ്, അതായത് സ്റ്റേഷനറി ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. സ്കൂൾ ഓപ്പൺ ചെയ്ത സെയിം ഡേ ആണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല അവളുടെ ഐറ്റംസ് ഒന്നും തന്നെ, അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അവളോട് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റമദാനിൻ്റെ ഫുൾ നോമ്പ് എടുക്കുകയാണെങ്കിൽ അവൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാമെന്നുള്ളത്. അൽഹംദുലില്ലാ അവൾ ഫുൾ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ 10 വയസ്സ് കഴിഞ്ഞ് 11ാമത്തെ വയസ്സാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഫുൾ നോമ്പ് എടുക്കുന്നത്. ജൂൺ മാസം ആകുമ്പോഴേക്ക് 11 വയസ്സ് കംപ്ലീറ്റ് ആവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അവളുടെ റിക്വയർമെൻറ്റ് ഇതായിരുന്നു, അവൾക്ക് ഇഷ്ടമുള്ള സ്റ്റേഷനറി അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത്, സ്കൂളിലേക്കുള്ള സ്റ്റേഷനറി. ആ ഒരു ഗിഫ്റ്റ് മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തി. അങ്ങനെ അവൾ എന്നെ സജസ്റ്റ് ചെയ്തിട്ട് ഞാനിത് ജിമി ഗിഫ്റ്റ് മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ഈ ഷോപ്പിനെ ചൂസ് ചെയ്തത്. അപ്പോൾ അവൾ പറഞ്ഞത് അവളുടെ ചോയ്സിനനുസരിച്ചുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഇത് ജിമി ഗിഫ്റ്റ് മാർക്കറ്റിലെ സ്റ്റേഷനറി സെക്ഷനിലാണ് ഞങ്ങളുള്ളത്. അവൾ ഓരോന്നും നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നിനും ഒബ്ജെക്ഷൻസ് പറഞ്ഞിട്ടില്ല, കാരണം അവളോട് ഞാൻ കമ്മിറ്റ് ചെയ്തതാണല്ലോ. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് തന്നെ, സാധാരണയായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഐറ്റംസ് അവൾ ചൂസ് ചെയ്യലാണ്. അതെല്ലാം ഇപ്രാവശ്യം ഞാൻ അതിന് നിന്നില്ല, അവളുടെ ചോയ്സിനനുസരിച്ചുള്ള ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്തായാലും അവളുടെ സന്തോഷം കണ്ടിട്ട് ഞാനും അൽഹംദുലില്ലാ സന്തോഷമായി. ക്രാഫ്റ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെയാണ് അവൾ കൂടുതലും എടുത്തത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോമിസസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആവണമെന്നൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്, പക്ഷേ അത് അവരിൽ ഉണ്ടാക്കുന്ന സന്തോഷം വേറെ തന്നെയാണ്. അവരെന്തോ നേടിയെടുത്തൊരു ഫീലാണ്, അതാണ് എനിക്ക് തോന്നിയത്. അവൾ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ചൂസ് ചെയ്യുന്നതിനിടയിൽ ഞാനിത് നമ്മുടെ സ്ഥിരം ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ട ഈ ഒരു ഫ്ലാസ്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. ഈ ഒറ്റൊരു ഫ്ലാസ്കിൽ തന്നെ 2 പോർഷൻ വരുന്നുണ്ട്. ഒരേ ടൈമിൽ തന്നെ നമുക്ക് 2 തരം ബ്യൂറേജസ് സെർവ് ചെയ്യാൻ പറ്റും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിലോ 100 dirhams ആണ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. എന്തായാലും പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി കാണിച്ചു തന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിഫ്യൂസറിൻ്റെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് അവിടെ. ഇങ്ങനെയുള്ള ഷോപ്സിൽ പോകുമ്പം ഈ ഒരു സെയിം ഡിഫ്യൂസർ, ഈ സെയിം ബ്രാൻഡ് തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി സാറക്ക് അവളുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലായത്. നല്ല പ്രോഡക്റ്റാണ്, നല്ല സ്മെല്ലാണ്, ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1 month നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതും പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം തന്നെ ആയി. ബില്ലിംഗ് സെക്ഷനിലാണുള്ളത്. ആ ഒരു ഡിഫ്യൂസറിൻ്റെ എമൗണ്ട് വരുന്നത് 15 dirhams ആണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തൊട്ടടുത്തുള്ളൊരു മസ്ജിദിൽ പോയി മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോയത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഈ ഒരു മസ്ജിദ് അറിയാം, മുൻപ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിനോട് അടുപ്പിച്ചൊരു പാർക്കുണ്ട്. അപ്പോൾ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് നമുക്ക് പാർക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ നിസ്കാരം ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നേരെ ജിമ്മി മോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതും അവിടുന്ന് വളരെ അടുത്താണ്. ജിമ്മി മോളിലെ ഹോം സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഹോം സെൻറ്ററിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ചായി, റമദാൻ ആയതിന് ശേഷമൊന്നും അങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. ഇനി ഇപ്പം കുറച്ച് ആൾക്കാരുടെ ഓർഡേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതായത് ഈ ഹൗസ് വാമിങ് ഓർഡേഴ്സ് 1-2 പെൻഡിങ് ഉണ്ട്. അതുപോലെ മുൻപ് വാങ്ങിയ കുറച്ച് ടീംസിൻ്റെ കുറച്ച് ഐറ്റംസ് എല്ലാം പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാനുണ്ട്. എന്തായാലും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ സെയിൽ നടക്കുന്നുണ്ടോ, പുതിയ ഐറ്റംസ് വന്നിനോ എന്നൊക്കെ നോക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഹോം സെൻറ്ററിലേക്ക് പോകുന്നത്.
ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ എനിക്കൊരു റണ്ണറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതായത് ടേബിൾ റണ്ണർ. കുറേ ഞാൻ ബാക്കിയുള്ള ഷോപ്സിലെല്ലാം നോക്കി കിട്ടിയിട്ടില്ല. ഇനിയിപ്പം ഹോം സെൻറ്ററിലും കൂടി നോക്കാമെന്ന് വിചാരിച്ചു. മുൻപ് വാങ്ങിയ റണ്ണർ ഹോം സെൻറ്ററിൽ തന്നെയായിരുന്നു. അത് കുറച്ച് ഡാമേജ് ആയതുകൊണ്ട് തന്നെ പുതിയൊരെണ്ണം റീപ്ലേസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. അപ്പം മുൻപുള്ള സെയിം ഓഫർ തന്നെ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. ഓഫേഴ്സ് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ആരൊക്കെയോ ഇടയ്ക്ക് വന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുൻപുള്ള സെയിം ഓഫേഴ്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസിനും. അതായത് ഒരുവിധം എല്ലാ ഐറ്റംസിനും, ന്യൂ പ്രോഡക്ട്സിനൊന്നുമില്ല. ഞാൻ വീഡിയോസിൽ കാണിച്ച ആ സെയിം ഐറ്റംസിൻ്റെ ഓഫേഴ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. റമദാനിന് ശേഷം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കുറേ പേരുടെ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. ഇൻഷാല്ലാ അതെല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ. അതായത് ഇനി നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. ഡിന്നർ സെറ്റിൽ ഞാൻ മുൻപ് കണ്ട കുറേ പ്രോഡക്റ്റ്സ് ഒന്നും അതിപ്പോൾ അവിടെ ഇല്ല. മേ ബി അത് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും, ഇപ്പോൾ അവിടെ കാണുന്നുണ്ടായിട്ടില്ല. അതിൽ ഒരു ഡിന്നർ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് വാങ്ങണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ട് ആ സെയിം ഇപ്പോൾ ഉള്ള ഓഫറിൽ തന്നെ വാങ്ങിയാണെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ റണ്ണർ ഇതാണ്, മുൻപ് ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ സെയിം തന്നെ വാങ്ങണ്ടെന്ന് വിചാരിച്ചു, ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാം. അപ്പം ഇതാണ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ, ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഈ ഒരു ടേബിൾ റണ്ണർ മിഡിലിൽ വെച്ച് കൊടുക്കാനാണ്. പിന്നെ ഞങ്ങളടുത്ത് വുഡൻ പ്ലേസ് മാറ്റൊക്കെ ഉണ്ടല്ലോ, അത് ഇതുമായിട്ട് നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് കുറച്ച് വലുത്, അതായത് റൈസ് ഐറ്റംസും പിന്നെ ഷുഗർ ഇതെല്ലാം ഇട്ട് വെക്കാൻ പാകത്തിനുള്ള കണ്ടെയ്നേഴ്സും എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതും ഞാൻ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് എക്സ്പെൻസുള്ള സാധനവും വേണ്ട എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എനിക്ക് കുറച്ച് ചീപ്പറായിട്ടുള്ള ഐറ്റംസ് കിട്ടി, ഞാൻ അതും വാങ്ങിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു. ഇനിയിപ്പം 1-2 ദിവസം കൊണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരണം. ഞാൻ പറഞ്ഞില്ലേ പലരുടെയും ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. ഹൗസ് വാമിങ് ഓർഡേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. സമയം ഏകദേശം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നേരെ ടൗൺ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു കുനാഫ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. ഫിലാഫിൽ സുൽത്താനിലേക്കാണ് വന്നിരിക്കുന്നത്. അൽത്തോബ ഏരിയയിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അവിടുത്തെ കുനാഫ അടിപൊളിയാണ് കേട്ടോ, വെറൈറ്റി ഓഫ് കുനാഫ ഉണ്ട്. മാത്രമല്ല ബസ്ബൂസ, അങ്ങനെ അറബിക് സ്വീറ്റ്സ് അത്യാവശ്യം ലൈവായിട്ട് അവർ ചെയ്തിട്ട് വെക്കുന്നതാണ്. അപ്പം അവിടെ നിന്ന് നല്ല ചൂടോടെയുള്ള കുനാഫ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. അവിടെ 3-4 വെറൈറ്റി ഓഫ് കുനാഫാസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൽ ചീസ് കുനാഫയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. നല്ല തിക്ക് മൊസറല്ലൊക്കെ ആയിട്ട് നല്ല രസമാണ് ആ ഒരു കുനാഫ കഴിക്കാൻ. മുൻപ് പോയപ്പോൾ 2-3 ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഒഴികെ, ഈ ഒരു ചീസ് കുനാഫ ഒഴികെ ബാക്കിയൊന്നും എനിക്കിഷ്ടമായിട്ടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു കൺഫ്യൂഷനിലാവും ഏതെടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഇത് മൈൻഡിൽ വെച്ചും കൊണ്ട് തന്നെയാണ് പോയത്. ഇത് മാത്രമേ വാങ്ങൂ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഇതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. നമ്മൾ അത് തന്നെ ഫസ്റ്റ് ചൂസ് ചെയ്തു. അതുകൂടാതെ ഒരു ചെറിയ പ്ലേറ്റ് ബസ്ബൂസയും, ഇത് രണ്ടും മാത്രമാണ് ഓർഡർ ചെയ്തത്. ബസ്ബൂസയും മോശമൊന്നും പറയാനില്ല, അതും നന്നായിട്ടുണ്ടായിരുന്നു. ഇതാണ് അവരുടെ സ്റ്റാർട്ടിങ് സൈസ്. ഇതന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ 3 പേരും മാത്രമാണല്ലോ, പ്രത്യേകിച്ച് സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ധാരാളമാണ്. മാത്രമല്ല 2 ഐറ്റംസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതും രണ്ടും കൂടി ആകുമ്പം നല്ല ഫില്ലിംഗ് ആവും. ചീസിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ, നല്ല ച്യൂയി ആയിട്ടുള്ള ചീസാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഇവിടെ അലീനിലുള്ളവർ പോയി ട്രൈ ചെയ്യുക. ഇവർക്ക് ദുബായ് ഷാർജയിലൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും എനിക്ക് തോന്നുന്നു ഈ ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടാവുമായിരിക്കും. ട്രൈ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയട്ടോ.
സ്വീറ്റ്സ് കൂടാതെ നല്ല അടിപൊളി ഫുഡും കൂടി അവർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ 3 ഷവർമ ഓർഡർ ചെയ്തു. ഒരു ബീഫ് ഷവർമയും 2 ചിക്കൻ ഷവർമയും. പീറ്റർ ബ്രെഡ് ഷവർമയാണ് നമ്മൾ ഓർഡർ ആക്കിയത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ബീഫ് ഷവർമേനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ചിക്കൻ ഷവർമയാണ്. എന്തായാലും എല്ലാ ഐറ്റംസും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ദിവസം തന്നെ. അന്ന് രാത്രി കണ്ടിന്യൂസ് മഴയായിരുന്നു കേട്ടോ. അപ്പം വരുന്ന 2 ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ഇവിടെ UAE മഴയാന്നുള്ള അലേർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പം മിഞ്ഞാന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ കണ്ടിന്യൂസ് മഴയായിരുന്നു. ഭയങ്കര ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു UAE മൊത്തം. അൽഹംദുലില്ലാ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്ന ഒരു ടൈം ആകുമ്പോഴേക്ക് എല്ലാം നോർമലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈവനിങ് വ്ളോഗ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.